സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും അനുഗ്രഹവും സ്വന്തമാക്കുവാനായി ആയിരിക്കുന്ന നമ്മെ എല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിക്കുകയാണ്. 1 സാമുവേൽ 26:25 നീ അനുഗ്രഹീതനാണ്, നീ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പാണ്, നമ്മെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കും, നമ്മെ എല്ലാവരെയും വിജയിക്കുന്നവരായി മാറ്റും. ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ തിരുസന്നിധിയിലായിരിക്കാൻ പോകുന്ന നമ്മൾ വളരെ ഭക്തിയോടുകൂടി കർത്താവിൻ്റെ അനുഗ്രഹവും സ്നേഹവും കാരുണ്യവും സ്വന്തമാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി വേണം ഈ ആരാധനയിൽ നമ്മൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുവാൻ. ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ദൈവാനുഗ്രഹത്തിനു വേണ്ടി യാചിക്കുന്ന സമയം, ദൈവാനുഗ്രഹത്താൽ നിറയുന്ന സമയം, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും കൃപാവരങ്ങളും സ്വന്തമാക്കുന്ന സമയം, പ്രിയപ്പെട്ടവരെ, ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി ഒരു വലിയ ദൈവാനുഭവത്തിൻ്റെ ചൈതന്യത്തോടെ ദൈവിക അനുഭവം സ്വന്തമാക്കി, കർത്താവെ, ഞാനങ്ങിൽ ആശ്രയിക്കുന്നു, ഞാനങ്ങിൽ വിശ്വസിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം വിജയിപ്പിക്കുന്നവനാണ് അവിടുന്ന്, സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവമാണ് എന്നെ സ്നേഹിക്കുന്ന ദൈവം. ഈ ഒരു ബോധ്യത്തോടുകൂടി ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും, ഈ നാളുകളിലെ ഏതെങ്കിലുമൊക്കെ സംഘർഷങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ടും അനുദിനം നമ്മെ പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവത്തോടു കൂടെയായിരുന്നു കൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയുടെ പ്രാരംഭ ഗാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പത്തിൻ്റെ രൂപത്തിൽ തിരുവോസ്തുരൂപനായ ഈശോ നമ്മുടെ കൺമുൻപിലേക്ക് വരികയാണ്. ഭക്തിയോടുകൂടി ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. തിരുവോസ്തിയായെന്നിലാണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിൽ അലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. തിരുവോസ്തിയായെന്നിലാണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിൽ അലിയാൻ വരുന്നു. സ്നേഹം എൻ്റെ യേശു ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം.
കോപിച്ച നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി. നിന്നിച്ച മാനസത്തിൽ നീ ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. തിരുവോസ്തിയായ ണയും സ്നേഹം, ദൈവസ്നേഹം അകതാരിൽ അലിയാൻ വരുന്നു. സ്നേഹം എന്റെ യേശു ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. ഇത്ര ചെറുതാകാൻ എത്ര വളരേണം, ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സാധിക്കുന്നവരൊക്കെ നിങ്ങളുടെ വലതുകരം ഈശോയിലേക്ക് എന്ന വണ്ണം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായി കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കരങ്ങളോടൊപ്പം ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരും എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ ജീവിത നിയോഗങ്ങളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ മനസ്സിൽ ഒത്തിരിയേറെ ഭാരമായി, ഒരു ശൂന്യതാബോധ്യത്തോടുകൂടെ, ഒരൊറ്റപ്പെടലിൻ്റെ അനുഭവത്തോടുകൂടി, ആരും എന്നെ സ്നേഹിക്കുന്നില്ല എന്ന വിഷമത്തോടുകൂടി സങ്കടപ്പെടുന്ന മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മെ സ്നേഹിക്കുന്ന, നമ്മളോട് കാരുണ്യം കാണിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുൻപിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഈശോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സമ്മർദ്ദങ്ങളിലും ബുദ്ധിമുട്ടുകളിലും സങ്കടങ്ങളിലും നമ്മുടെ കൂടെയായിരുന്നു കൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തുന്നൊരു ദൈവമാണ്. ആ ദൈവത്തിൻ്റെ തിരുമുൻപിലാണ് നമ്മൾ ആയിരിക്കുന്നത്. കർത്താവേ, ഇന്നോളം എന്നെ വളർത്തി വലുതാക്കി എന്നെ ശക്തിപ്പെടുത്തി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത്, കാരുണ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ എൻ്റെ കണ്ണുനീര് വീഴാൻ ഇടവന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും എല്ലാം ദൈവം അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതാണ്. കർത്താവിൻ്റെ തിരുമുൻപിലേക്ക് നമ്മുടെയും നമ്മുടെ ഭവനത്തെയും സമർപ്പിക്കാം. ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നാളുകളിൽ പ്രത്യേകമായി ആഗ്രഹിക്കുന്ന ജീവിത നിയോഗങ്ങളെ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് സാധിക്കുന്നവരൊക്കെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ അധരം തുറന്ന് ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. അധരം തുറന്ന് സ്തുതിക്കട്ടെ.
സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നാവിന്റെ കെട്ടുകൾ അഴിയപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്നിലേക്ക്, ഞാൻ ആയിരിക്കുന്ന ഭവനത്തിലേക്ക്, ജീവിത സാഹചര്യങ്ങളിലേക്ക്, ജീവിത നിയോഗങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശകളിൽ നിന്ന്, ആകുലതകളിൽ നിന്ന് ഈശോ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഈശോ നമ്മളെ വിശുദ്ധീകരിക്കട്ടെ. കർത്താവേ, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അധരം തുറന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ച് സ്വർഗം തുറന്ന് ഈശോ നമ്മളുടെ അടുക്കിലേക്ക് കടന്നു വന്ന് നമ്മുടെ കൂടെയായിരിക്കുകയാണ്. കൂടെയുള്ള ഈശോയെ, കൂടെയായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈശോയെയാണ് നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 19 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. എന്നാൽ ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുന്നു, അതെനിക്ക് പ്രത്യാശ നൽകുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. വചനത്തിലൂടെ ഒഴുകുന്ന ദൈവീക ശക്തിയുണ്ട്. വചനം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ശക്തി കിട്ടും, നമ്മുടെ ശരീരത്തിന് ബലം കിട്ടും, നമ്മുടെ മനസ്സിലെ ഭാരങ്ങൾ വിട്ടുപോകും. കർത്താവ് നമ്മളെ ഏറ്റെടുക്കും, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തും. വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നമ്മെ എല്ലാവരെയും കുറിച്ച് പദ്ധതിയുണ്ട്. ദൈവത്തിന് നമ്മളെ എല്ലാവരെയും കുറിച്ച് പദ്ധതിയുണ്ട്. ഒരു വ്യക്തി പോലും നശിച്ചു പോകണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും രക്ഷപ്പെടണമെന്നും ദൈവത്തിന്റെ രക്ഷയിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്നുമാണ് അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലകളിൽ ഒരുപക്ഷേ നമ്മളെ സങ്കടപ്പെടുത്തുന്ന ചില അനുഭവങ്ങൾ ഒരുപക്ഷെ വ്യക്തികളിൽ നിന്നായിരിക്കാം, സമൂഹങ്ങളിൽ നിന്നായിരിക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില വ്യക്തികൾ നമ്മെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവും, വിഷമിപ്പിച്ചിട്ടുണ്ടാവും. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ പെരുമാറ്റങ്ങൾ കൊണ്ടോ മാനുഷികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സങ്കടങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ഇനി നമ്മൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട്, മാനുഷികമായ ബലഹീനതകൾ കൊണ്ട് ചില തെറ്റിലൂടെ കടന്നുപോയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇന്നലകളിൽ സംഭവിച്ചിട്ടുള്ള ചില ദുഃഖങ്ങളെ കുറിച്ചോർത്ത്, ചില സങ്കടങ്ങളെ കുറിച്ചോർത്ത്, ചില തെറ്റിദ്ധാരണകളെ കുറിച്ചോർത്ത്, ചില അപവാദങ്ങളെ കുറിച്ചോർത്ത് നമ്മുടെ മനസ്സിൽ ഇരുണ്ടുപോയിട്ടുണ്ടാവും. മനസ്സിൽ ഒരുപാട് ഭാരങ്ങൾ ഉണ്ടാവും. പ്രിയപ്പെട്ടവരെ, എനിക്കാരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, എൻ്റെ കൂടെയുള്ളവരൊക്കെ എന്നിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ എന്നുള്ള തെറ്റിദ്ധാരണയും തെറ്റായ ചിന്താഗതിയും ഒരുപക്ഷെ തരുന്നത് പിശാചാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ദൈവം തരുന്ന ചിന്ത അത് ദൈവീകമായ ചിന്തയാണ്, അത് അഭിഷേകം നിറഞ്ഞ ചിന്തകളാണ്. നമ്മൾ ഇങ്ങനെ വിചാരിച്ചേക്കണം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്, എൻ്റെ ദൈവം
എന്നെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശയ്യായുടെ പുസ്തകം 43-ാമത്തെ അധ്യായം 18 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങൾ ശ്രദ്ധയോടുകൂടി നമ്മൾ കേൾക്കണം. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? ഞാൻ വിജനദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും. വന്യമൃഗങ്ങളും കുറുനരികളും ഒട്ടകപ്പക്ഷികളും എന്നെ ബഹുമാനിക്കും. എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ചു തിരഞ്ഞെടുത്ത ജനത്തിന് ദാഹജലം നൽകാൻ മരുഭൂമിയിൽ ജലവും വിജനദേശത്ത് നദികളും ഞാൻ ഒഴുക്കി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശയ്യായുടെ പുസ്തകം 43-ാം അധ്യായം 18-ാം തിരുവചനം. കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ കാര്യം ചെയ്യുന്നു. ഇന്നലകളിലെ വിഷമതകളെ കുറിച്ചോർത്ത്, പരാജയങ്ങളെ കുറിച്ചോർത്ത്, തെറ്റിദ്ധാരണകളെ കുറിച്ചോർത്ത് സങ്കടപ്പെട്ട് നമ്മുടെ ജീവിതം നമ്മൾ തളർത്തരുത്, തകർക്കരുത്, നശിപ്പിക്കരുത്. എൻ്റെ ദൈവം ഓരോ പ്രഭാതത്തിലും പുത്തൻ അഭിഷേകം തന്ന്, പുതിയ ചൈതന്യം തന്ന് അഭിഷേകത്തിൽ നമ്മൾ നയിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. സർവശക്തനായ ദൈവത്തിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ആ ദൈവത്തിലുള്ള ആശ്രയം ഏറ്റുപറഞ്ഞുകൊണ്ട് സങ്കീർത്തകനോട് ചേർന്ന് നമ്മളും പാടി പ്രാർത്ഥിക്കുകയാണ്. ദൈവസ്തുതികളോടെ, ദൈവാരാധനകളോടെ ഈ ഗാനത്തോട് നമുക്ക് ചേരാം. പാടി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തെ സ്തുതിക്കാം, അവിടുത്തെ നമുക്ക് ആരാധിച്ച് ആനന്ദിച്ച് പാടി പ്രാർത്ഥിക്കാം. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്നു കർത്താവോടേറ്റു ചൊല്ലുന്നു, അവനേറ്റു ചൊല്ലിടും. യേശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു വരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചേ, പ്രാർത്ഥിച്ചേ, അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ. എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്നു കർത്താവോടേറ്റു ചൊല്ലിടും, അവനേറ്റു ചൊല്ലിടും. ജെറമിയയുടെ പുസ്തകം 17-ാം അധ്യായം 7-ാം തിരുവചനം. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു വ്യക്തിയെയും ദൈവം
സംരക്ഷിച്ച് നയിച്ച് അനുഗ്രഹിക്കും. നമുക്ക് വിശ്വസിക്കാം. ദൈവത്തിന്റെ സ്നേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കും ദൈവവും നീ മാത്രമെന്നു കർത്താവോടേറ്റു ചൊല്ലിടും, അവനേറ്റു ചൊല്ലിടും. അത്യുന്നതന്റെ മറവിൽ സർവശക്തന്റെ തണലിൽ പാർക്കുന്നവൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. എല്ലാവരും അധരം തുറന്ന് സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥനായ ഈശോയിലേക്ക് നോക്കി കണ്ണുകൾ തുറന്ന് ഹൃദയം സമർപ്പിച്ച് ശരീരവും മനസ്സും ദൈവത്തിലേക്ക് വിട്ടുകൊടുത്ത് കർത്താവിന്റെ സംരക്ഷണം ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവിക അരൂപി, ദൈവിക അഭിഷേകം, ദൈവിക ചൈതന്യം നമ്മുടെ ഭവനത്തിൽ നിറയട്ടെ, ഭവനങ്ങളുടെ മേൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കാനായി ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരി. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ